1959 പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നപ്പോൾ മത്സരിക്കാനും ജയിക്കാനും വളരെ കുറച്ച് വനിതകൾക്ക് അവസരം ലഭിച്ചുള്ളൂ. ഗ്രാമീണ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസം മുൻനിർത്തി അവർക്ക് പഞ്ചായത്തുകളിൽ വേണ്ടത്ര സംവരണം വേണമെന്ന ആവശ്യം ശക്തമായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ വനിതകൾക്ക് നിശ്ചിത ശതമാനം സീറ്റ് സംവരണം ചെയ്യാമെന്ന ധാരണ 80കളിലാണ് ശക്തിപ്പെട്ടത്. 73-74 ഭരണഘടനാ ഭേദഗതികളാണ് 1/3 സീറ്റുകളും അധ്യക്ഷ സ്ഥാനങ്ങളും എല്ലാ തലത്തിലും സംവരണം ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്തത്. കേരള നിയമസഭ ഇത് 50% ഉയർത്താനെടുത്ത തീരുമാനം പ്രായോഗികമാകുന്ന ആദ്യ തെരഞ്ഞെടുപ്പിനാണ് നമ്മൾ സാക്ഷിയാവുന്നത്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തുന്നതിന് ഈ തീരുമാനം ആക്കം കൂട്ടും. ദാരിദ്ര്യം, സ്ത്രീധനം തുടങ്ങിയ സാമൂഹ്യ പ്രശ്നങ്ങളുടെ ഇരകളിൽ കൂടുതലും സ്ത്രീകളാണ്. സ്ത്രീകളുടെ സാമൂഹ്യ പദവി തകർക്കുന്ന എല്ലാത്തരം നടപടിക്കെതിരെയും രാഷ്ട്രീയമായി സംഘടിക്കുന്നതിന് സംവരണം സഹായിക്കും. എൻ്റെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. ഹെൽപ്പിന് അവർ ഒരു കൗൺസിലറായിരുന്നല്ലോ, അവർക്ക് കൂടുതലായിട്ടെല്ലാം അറിയാം. അപ്പോൾ അതിൻ്റെ ഇതിൽ ഏതായാലും എന്നെ കഴിയുന്ന പോലെ ജനങ്ങളിടയിൽ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തകയായിട്ട് ഞാൻ എല്ലാവർക്കും മുമ്പിലെത്തും. ത്രിതല പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും നഗരസഭകളിലും 50% സീറ്റുകളും സ്ത്രീകൾക്കാണ്. കൂടാതെ 7 ജില്ലാ പഞ്ചായത്തുകളുടെയും 76 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും 489 ഗ്രാമപഞ്ചായത്തുകളുടെയും 3 കോർപ്പറേഷനുകളുടെയും 31 നഗരസഭകളുടെയും അധ്യക്ഷ പദവിയും സ്ത്രീകൾക്കാണ്. സ്ത്രീകളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുക വഴി കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഗുണപരമായ മാറ്റത്തിന് വനിതാ സംവരണം സഹായകമാകും. എന്നാൽ രാഷ്ട്രീയപരമായി വലിയ അറിവില്ലാത്തവരും മത്സര രംഗത്തുണ്ടെന്നതാണ് പ്രത്യേകത. രാഷ്ട്രീയപരമായിട്ട് ഒന്നും ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്, വലിയ ഇതൊന്നുമില്ല. എങ്കിലും എൻ്റെ ഹസ്ബൻഡ് രാഷ്ട്രീയക്കാരനായതുകൊണ്ടും. തലശ്ശേരി നഗരസഭയിലെ 52 വാർഡുകളിൽ 26 സ്ത്രീ സംവരണമായതുകൊണ്ട് പുതിയ കൗൺസിലിൽ സ്ത്രീ സാന്നിധ്യം ശ്രദ്ധേയമായിരിക്കും. റംഷീദ് ഇല്ലിക്കൽ, കണ്ണൂർ വിഷൻ, തലശ്ശേരി.